നിക് വ്ളോഗ്സ് ആരാണെന്ന് അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കിയ വരുമാനം കൊണ്ടും മറ്റു ബ്രാൻഡ് പ്രൊമോഷൻ കൊണ്ടുണ്ടാക്കിയ വരുമാനം കൊണ്ടും പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുത്ത് അത് വീഡിയോയ്ക്ക് ചിത്രീകരിക്കുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന കണ്ടന്റ്. പക്ഷേ ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ വന്ന മാറ്റം അദ്ദേഹത്തിന്റെ ജീവിതത്തെ വളരെ വലുതായി മാറ്റിമറിച്ചു. ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് ബാക്കി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാരോടും ഒരു സോറി പറയാൻ വേണ്ടി വന്നാണ്. എനിക്കറിയില്ല, ഏകദേശം 8-9 മാസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് യൂട്യൂബ് നിർത്തി എന്ന് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി പറയാം. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ നോക്കി ഇപ്പം കറക്റ്റ് 9 മാസമായി നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട്. കുറെ അധികം പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബ്രോയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയാത്ത ഉത്തരത്തിന് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ തരും? ശരിക്കും ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹം കൂടുതലും ബെറ്റിംഗ് ആപ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേർ ഇദ്ദേഹത്തിനെ എതിർത്തു തുടങ്ങി. അങ്ങനെ അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ജീവിതത്തെ ബാധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, സ്നേഹമാണ് എന്നൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇതൊന്നുമല്ല. പൈസ, ക്യാഷ്, ഇതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. നിക് വ്ളോഗ് വീഡിയോയുടെ അവസാനം പറഞ്ഞതുപോലെ ഏതൊരു മനുഷ്യന്റെയും സ്ട്രെങ്ത് പണം തന്നെയാണ്. കാരണം അതില്ലെങ്കിൽ നമുക്ക് ഈ സൊസൈറ്റിയിൽ ഒരിക്കലും നിലനിന്ന് പോകാൻ പറ്റില്ല. മാത്രമല്ല ഒരാളും നമ്മളെ വിലവെക്കുകയില്ല. ഒരു കൂലിപ്പണിക്കാരനായാലും അതുപോലെ തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയാലും ഓരോ ദിവസവും വർക്ക് ചെയ്യുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് നിക് വ്ളോഗിന്റെ ഏതൊരു വീഡിയോ എടുത്തു നോക്കിയാലും മനസ്സിലാക്കാവുന്നതാണ് അദ്ദേഹം ഒരു വീഡിയോയ്ക്ക് വേണ്ടി മുടക്കുന്ന എക്സ്പെൻസും അതുപോലെ തന്നെ എഫോർട്ടും. അതൊരിക്കലും യൂട്യൂബിലെ റവന്യൂ കൊണ്ട് മാത്രം അദ്ദേഹത്തിന് നടത്തിപ്പോകാൻ പറ്റില്ല. സ്വാഭാവികമായി അദ്ദേഹം ബ്രാൻഡ് പ്രൊമോഷന്റെ പുറകെ പോയി. കൂടുതലും ബെറ്റിങ്ങും ഗെയിമിംഗ് ആപ്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ അത് വ്യൂവേഴ്സിന്റെ ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കി. ഒരു ഭാഗത്ത് അദ്ദേഹം സോഷ്യൽ വെൽഫെയർ എന്ന രീതിയിൽ വീട് വെച്ച് കൊടുത്ത് വീഡിയോസ് ഇടുന്നു. മറുഭാഗത്ത് ഒരു കൂട്ടർ ആൾക്കാരെ അദ്ദേഹം ഗെയിമിംഗ് ബെറ്റിംഗ് ആപ്പുകളിലേക്ക് ചാടിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ നിക് വ്ളോഗിന് ഒരുപാട് ആരാധകരുണ്ടല്ലോ. നിക് വ്ളോഗ് പറഞ്ഞതല്ലേ എന്ന് കേട്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ട് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. സ്വാഭാവികമായി അവർക്ക് റിട്ടേൺ ഒന്നും കിട്ടാതെ വന്നാൽ അത് നിക് വ്ളോഗിന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കും. അത് നിക് വ്ളോഗ് ആദ്യമേ തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ജീവിതത്തെ ബാധിക്കാൻ കാരണം ഗവൺമെന്റ് ഒരു റൂൾ കൊണ്ടുവന്നിരുന്നു. അതായത് ഗാംബ്ലിങ്ങും ബെറ്റിംഗ് ആപ്പുകൾക്കൊക്കെ പൂർണ്ണ നിരോധനം. മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിന്റെയും യൂട്യൂബിന്റെയും ഭാഗത്തു നിന്നും കർശനമായ നിരീക്ഷണം വന്നിരുന്നു. അതായത് ബെറ്റിങ്ങും ഗാംബ്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോക്ക് പൂർണ്ണ വിലക്ക്. അതായത് ഓരോ സോഷ്യൽ മീഡിയക്കും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്നൊരു റൂൾ ഉണ്ട്. അത് 3 തവണ വിലക്കിയാൽ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്യും. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ടെർമിനേഷനും വരും. അങ്ങനെ വന്നപ്പോൾ ചാനലിനെ ബാധിക്കാതിരിക്കാൻ അദ്ദേഹം ഗാംബ്ലിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്ത വീഡിയോസ് ഒക്കെ കൂടുതലായി ഡിലീറ്റ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ യൂട്യൂബിന്റെ അൽഗോറിതം തന്നെ മാറി. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ചാനലിന്റെ റീച്ച് കുറഞ്ഞു തുടങ്ങി. കാരണം ബ്രാൻഡ് പ്രൊമോഷൻ കൊണ്ടായിരുന്നു അദ്ദേഹം വീഡിയോയ്ക്ക് വേണ്ട ചെലവൊക്കെ നടത്തിയിരുന്നത്. ബ്രാൻഡ് പ്രൊമോഷനൊക്കെ ഇല്ലാതായപ്പോൾ അദ്ദേഹത്തിന് വീഡിയോസ് ഒന്നും ചെയ്യാനും ചെയ്ത വീഡിയോസ് ഒക്കെ പൂർത്തീകരിക്കാനും പറ്റാത്ത അവസ്ഥയിലായി. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം വീടൊക്കെ വെച്ച് ആൾക്കാരെ സഹായിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി തിരഞ്ഞെടുത്ത സോഴ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി, അവിടെയാണ് തെറ്റുപറ്റിയത്. നല്ല ബ്രാൻഡ് പ്രൊമോഷൻസ് ആയിരുന്നു അദ്ദേഹം എടുത്തിരുന്നെങ്കിൽ വ്യൂവേഴ്സ് ഒരിക്കലും എതിർക്കില്ലായിരുന്നു. ഇതായിരുന്നു സത്യാവസ്ഥ. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഒരുപാട് കമന്റ്സ് ഒക്കെ കണ്ടപ്പോഴും ഒരുപാട് പേർ തന്നെ വിളിച്ചപ്പോഴും എനിക്ക് സന്തോഷമായി എന്നൊക്കെയായിരുന്നു ആ വീഡിയോയുടെ കണ്ടന്റ്. അതിൽ നിന്നെല്ലാം അദ്ദേഹത്തിനൊരു മോട്ടിവേഷൻ കിട്ടി. ഇനി ബ്രാൻഡ് പ്രൊമോഷൻസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് വീഡിയോസ് ഇടണം, എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നൊക്കെയായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞത്. ഞാനടക്കമുള്ള പൂർണ്ണ ക്രിയേറ്റേഴ്സും ക്രിയേറ്റേഴ്സ് അല്ലാത്തവരും നിക് വ്ളോഗ് പുതിയതായി കൈക്കൊള്ളാൻ പോകുന്ന ആശയത്തെ 100% ശരിവെക്കുന്നു. നിങ്ങളുടെ കമന്റ് എന്താണെന്ന് വീഡിയോയുടെ കമന്റിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.